എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 പുതുവർഷം മേടം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മേടം രാശി അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നിങ്ങനെ 2.25 നക്ഷത്രങ്ങളാണ് രാശിചക്രത്തിൻ്റെ ആദ്യ രാശിയായിട്ടുള്ള മേടം രാശിയിലുള്ളത്. ഇവർക്ക് 2025 പുതുവർഷം എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അവരുടെ ഇപ്പോഴത്തെ സമീപഭാവി എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് 2024 ഏപ്രിൽ അവസാനം മെയ് ആരംഭത്തോടു കൂടിയാണ് ജീവിതത്തിലൊരു നല്ല കാലം കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഉണ്ടായത്. അതിൻ്റെ ജ്യോതിഷപരമായ കാരണം 2020 കോവിഡ് ഔട്ട് ബ്രേക്ക്, കോവിഡിൻ്റെ ആരംഭ സമയത്തോടു കൂടിയിട്ട് ഇവർക്ക് കണ്ടകശനി എന്നൊരു സമയം ആരംഭിച്ചിരുന്നു മേടം രാശിക്കാർക്ക്. അതായത് ജന്മരാശിയുടെ 4, 7, 10 എന്നീ കേന്ദ്രങ്ങളിൽ ശനി വരുന്നതാണ് കണ്ടകശനി എന്ന് പറയുന്നത്. മേടം രാശിക്കാരുടെ 4ാം രാശിയായിട്ടുള്ള കർക്കിടകത്തിലും, മേടം രാശിക്കാരുടെ 7ാം രാശിയായിട്ടുള്ള തുലാത്തിലും, മേടം രാശിയുടെ 10ാം രാശിയായിട്ടുള്ള മകരത്തിലും ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലം കാലയളവാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഓരോ രാശിയിലും 2.5 വർഷം വീതം അങ്ങനെയാണ്. അപ്പോൾ 4ൽ വരുമ്പോൾ 4 എന്ന സ്ഥാനം മാതാവിനെയും സുഹൃത്തുക്കളെയൊക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാതൃദുരിതം, 7 കളത്രത്തെ സൂചിപ്പിക്കുന്നവർ കളത്ര ദുരിതം, 10ൽ കർമ്മം സൂചിപ്പിക്കുന്നവർ കർമ്മത്തിലും അവനവന് തന്നെയും ദുരിതം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജ്യോതിഷപരമായിട്ടുള്ള ഒരു വിശദീകരണം ആ സമയത്തിൻ്റെ. അപ്പോൾ ഇവർക്ക് 2020 കണ്ടകശനി 10ാം രാശിയായിട്ടുള്ള മകരത്തിൽ വന്നു. അവനവന് തന്നെ ദുഃഖത്തെ ചെയ്തുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2020 കൂടിയിട്ട് അങ്ങനെ ആരംഭിച്ചുകൊണ്ടിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലിൽ ബുദ്ധിമുട്ട്, വ്യക്തി ജീവിതത്തിലും ഒക്കെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ കണ്ടകശനി നമുക്ക് കൊണ്ടുതരും. കണ്ടകശനി ഉപമിക്കുന്ന പരമശിവൻ കണ്ടകശനി സമയത്ത് ഒരു അസുരൻ ശിവനെ പുറകിൽ ശല്യപ്പെടുത്താനായി ഓടിക്കുന്നു, ദ്രോഹിക്കാനായിട്ട്. ശിവനൊരു അസുരനെ ഭയന്നൊരു ഓവിൽ കയറി ഒളിക്കുന്നു. അതിൻ്റെ അത് കണ്ടു നിൽക്കുന്ന കുട്ടിയായിട്ടുള്ള ഗണപതി അത് കണ്ടു നിന്നിട്ട് ഒരു കമ്പെടുത്തിട്ട് ഓവിൽ കയറി ശിവനെ ഇപ്പുറത്തുനിന്ന് കുത്തുകയാണ്. അപ്പോൾ അപ്പുറത്ത് അസുരൻ ആയുധവുമായി നിൽക്കുന്നു. ശിവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പുറത്ത് കുട്ടിയൊന്നും അറിയാതെ കുത്തുന്നു, അപ്പുറത്തൊരു അസുരൻ നിൽക്കുന്നു. ഒന്നും പറയാനാകാത്ത അവസ്ഥ. അപ്പോൾ നമ്മളിത് വളരെ നിശബ്ദമായി സഹിക്കേണ്ട ഒരവസ്ഥ. പ്രതികരിക്കണമെന്നുണ്ട്, എന്നാൽ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത്. നമുക്ക് നിസ്സഹായാവസ്ഥയിലേക്ക് പോവുക. നമ്മൾ എന്താ ചെയ്യേണ്ടെന്നൊരവസ്ഥയില്ലാതെ നമ്മൾ അത് സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അനുഭവിക്കേണ്ടി വരും. പരമശിവനും അത് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവർക്ക് 2020 മുതൽ 23 ജനുവരി വരെ ഉണ്ടായിരുന്നു. 23 ജനുവരിക്ക് ശേഷം ശനി അതിൻ്റെ ഏറ്റവും നല്ല ഭാവമായ 11ലേക്ക് 3, 6, 11 എന്നീ ഉപജയ ഭാവങ്ങൾ ശനിക്ക് രാജയോഗങ്ങളാണ്. അതിലെ 11 എന്ന ഭാവത്തിലേക്കാണ് ശനി പകർന്നത്. എങ്കിൽ പോലും അതിനെ തുടർന്ന് 12ൽ വ്യാഴവും ജന്മവ്യാഴവും ഒക്കെ നടക്കുന്ന കാലമായതുകൊണ്ടിട്ടും അവർക്ക് 2020 ജനുവരി മുതൽ 2024 മെയ് ആരംഭം വരെയുള്ള കാലം ദുരിതം തന്നെയായിരുന്നു. അതിൻ്റെ കാരണം കണ്ടകശനി 10 കർമ്മത്തിലേക്ക് വ്യാഴം പകർന്നത്, കർമ്മവ്യാഴം, അതുപോലെ തന്നെ 12ൽ വ്യാഴം, ജന്മവ്യാഴം എന്നിവ അവസ്ഥകൾ കൊണ്ടിട്ടാണ് കണ്ടകശനി തീർന്നിട്ട് ഇവർക്ക് ആ ദുരിതം അവസാനിക്കാണ്ട് 2024 ഏപ്രിൽ അവസാനം മെയ് ആദ്യം വരെയൊക്കെ ആ ദുരിതം നീണ്ടതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ വളരെയധികം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചാണ് ഈ രാശിക്കാർ 2024 എത്തിയത്. 2024 മെയ്യോട് കൂടിയിട്ട് വ്യാഴം ഇവരുടെ 1ാം രാശിയിൽ നിന്ന് 2ാം രാശിയിലേക്ക് പകർന്നു. മേടം രാശിയുടെ 2ാം രാശിയായ ഇടവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച 2024 ഏപ്രിൽ വരുമ്പോൾ ഈ രാശിക്കാർക്ക് ഒരു 4 വർഷത്തെ കൂടിയിട്ടുള്ള കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതിയാണ്. അതോടുകൂടി ഇവരുടെ മുഖത്തിനും ശരീരത്തിനും മനസ്സിനുമൊക്കെ പ്രസാദം ഉണ്ടാവുക, മറ്റവർ ശ്രദ്ധിക്കുന്ന ഒരു മുഖശ്രീ ഉണ്ടാവുക, മനസ്സിന് സന്തോഷം ഒക്കെ ഉണ്ടാവുക. ഈ രാശിക്കാർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാവുക, അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിനും അവനവന് തന്നെയും മാന്യതയും സ്വീകാര്യതയും ലഭിക്കുക, നമ്മുടെ ചിരകാലമായിട്ടുള്ള അഭിലാഷങ്ങൾ പൂവണിയുക, വിവാഹം മറ്റു മുതലായിട്ടുള്ള സ്വന്തമായിട്ട് വീട് മാറുക, വിവാഹം കഴിക്കുക, ജോലിയിൽ പുരോഗതി, അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് കാലമായി മനസ്സിൽ കണ്ടുകിട്ടുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്നത്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നടന്നു കിട്ടുന്നത് കണ്ട് നമുക്കൊരു മനസ്സിന് സംതൃപ്തി തോന്നുന്ന ഒരു സമയമാണ് 2024 ഏപ്രിൽ അവസാനം മുതൽക്ക് ഈ രാശിക്കാർക്ക്. അതിൻ്റെ കാരണം 2 എന്ന ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലങ്ങളും 2 ധനസ്ഥാനം കൂടിയാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ 11 എന്ന സർവാഭീഷ്ട ലാഭസ്ഥാനത്ത് ശനി രാജയോഗപ്രദനായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരിത്. പക്ഷേ അങ്ങനെ 2024 ആരംഭിച്ചെങ്കിൽ പോലും അത് അധികാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സുഖം. അധികാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സുഖപ്രദമായ ഗ്രഹസ്ഥിതി തന്നെയായിരുന്നു. പക്ഷെ അത് കുറച്ച് മാസങ്ങൾക്ക് നിന്നു. അതിൻ്റെ കാരണം 11ൽ നിൽക്കുന്ന ശനി ജൂലൈ ആദ്യത്തോടുകൂടി വക്രഗതിയിൽ പ്രാപിച്ചു.
അപ്പോൾ ശനി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ആ രാശിയുടെ ഫലം, അതിൻ്റെ പൂർവ്വ രാശിയുടെ ഫലമാണ് പറയേണ്ടത്. അപ്പോൾ സമാനമായ കണ്ടശനിക്ക് തുല്യമായ ഒരു ടെൻഷനിലേക്ക് ഒരു ജൂലൈ മുതൽക്ക് ക്രമാനുഗതമായി പോയിക്കൊണ്ടിരുന്നു. അതിനെ തുടർന്ന് ജൂലൈയിൽ അങ്ങനെ വന്ന മാറ്റത്തിന് പുറമെ ഒക്ടോബർ മാസത്തോടെ ആദ്യത്തോടെ വ്യാഴവും വക്രഗതിയിൽ പോയപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രണ്ടിൻ്റെയും ഗുണങ്ങൾ അല്പം കുറയുകയാണ് ഈ രാശിക്കാർക്ക്. രണ്ടും രാശി മാറുന്നില്ല, പക്ഷേ അതിൻ്റെ വക്രഗതി ഇവരുടെ ആ ഫലങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചു. അപ്പോൾ ഏപ്രിൽ മുതൽക്ക് ഏപ്രിൽ അവസാനം മെയ്യോടുകൂടി നല്ല ഫലങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു 3-4 മാസത്തിന് ശേഷം അതിനൊരു കുറവ് വന്നതായിട്ട് അവർക്ക് ശ്രദ്ധിച്ച് കാണും. അതിൻ്റെ കാരണം 2 ഗ്രഹങ്ങൾക്കും പ്രധാനപ്പെട്ട വന്ന വക്രഗതിയാണ്. ആ വക്രഗതി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വർഷം നവംബർ മാസത്തോടെ ശനി വീണ്ടും ആ 11 എന്ന ലാഭസ്ഥാനത്തേക്ക് നേർഗതിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ നവംബർ പകുതിയോടെ ഇവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും വ്യാഴം വക്രഗതിയിൽ തന്നെയാണ്. ഇവരുടെ 1-ാം രാശിയുടെ ഫലത്തെ ചെയ്തുകൊണ്ട് വക്രഗതിയിലാണ് രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതി വരെ ഇവർക്ക് ആ ഒരു സമ്മിശ്ര ഫലം, അല്പം ഗുണവും അല്പം ദോഷവും ചേർന്നുള്ള, ശനിയുടെ സ്ഥിതി നല്ലതും വ്യാഴത്തിൻ്റേത് അല്പം ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഫെബ്രുവരി 4-ാം തീയതി വരെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയായിരിക്കും രാശിക്കാർ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഇവരുടെ ഗ്രഹസ്ഥിതി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 2025 എന്ന പുതുവർഷം ഈ മേടം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ഇവർക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യാഴത്തിൻ്റെ 2-ാം രാശിയിൽ നിൽക്കുന്ന വക്രഗതി നിൽക്കുന്ന വ്യാഴം, വക്രഗതി വെടിയുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതി കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒരുമിച്ച് വക്രഗതി വെടിഞ്ഞ് നേർഗതിയിലാകുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് ആ ഏപ്രിൽ ടു മെയ് ജൂണൊക്കെ കിട്ടിയതുപോലെ തന്നെ നല്ല ഫലങ്ങൾ ഇവർക്ക് 1.5-2 മാസത്തോളം കിട്ടും. അതിനുശേഷം മാർച്ച് 29-ാം തീയതി ശനി വീണ്ടും ആ രാശി മാറി 11 എന്ന രാജയോഗ സ്ഥാനത്ത് നിന്ന് മാറി അത് ഇവരുടെ 12 എന്ന ഭാവത്തിലേക്ക് പോകുമ്പോൾ ഇവർക്കൊരു ചെറിയ കാലദോഷത്തിൻ്റെ സൂചനയുമായിട്ടാണ് ഏപ്രിൽ മാസം വരുന്നത്. അതായത് 7ാം ശനിയുടെ ആരംഭമാണ് മേടം രാശിക്കാർക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള വിവാഹം, വീട്, നമ്മൾ ഒരു സ്വന്തമായിട്ട് വീട് നിർമ്മിച്ച് മാറി താമസിക്കാൻ കഴിയുക, വിദേശത്തൊരു ജോലി കിട്ടുക, സ്ത്രീകളാണെങ്കിൽ സന്താനം ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് 7ാം ശനി കാലം. 7ാം ശനി 7 വർഷമുണ്ട്. നമുക്കത് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. തന്നെയുമല്ല, ഇവർക്കിതിൻ്റെ ആദ്യഘട്ടത്തിലേക്കാണ് ഇവരുടെ മേടൻ രാശിയുടെ 12ാം രാശിയായ മീനത്തിലേക്ക് ശനി മാർച്ച് 29-ന് വരുമ്പോൾ 7ാം ശനിയുടെ ആദ്യഘട്ടമേ ആവുന്നുള്ളൂ. അത് വളരെ ദോഷം കുറഞ്ഞ ഒരു ഘട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു ഏപ്രിൽ വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഏപ്രിലോടുകൂടി 7ാം ശനി ആരംഭിക്കുന്നു. എങ്കിലും വ്യാഴം 2 എന്ന ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. മെയ് 22-ാം തീയതി വ്യാഴം രാശി മാറി 3 എന്ന ഭാവത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ 2-ാം പകുതി, വർഷത്തിൻ്റെ 2-ാം പകുതി അല്പം ശ്രദ്ധിക്കേണ്ടതായി വരും. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ 3-ലേക്കുള്ള മാറ്റം അല്പം അത്ര നല്ലതല്ല. തന്നെയുമല്ല, 7ാം ശനിയുടെ ദോഷവും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു സമയം മെയ് മാസം വരെ ഇരിക്കുന്നത്. അപ്പം മെയ് മാസം വരെ അല്പം ഏപ്രിൽ വരെ, മെയ് മാസത്തിൽ വ്യാഴം രാശി മാറുന്ന വരെയുള്ള കാലം ഇവർക്ക് അനുകൂലം തന്നെയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ 2-ലെ സ്ഥിതി. അപ്പോൾ ഇവർ ഈ രാശിക്കാർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ഒന്ന് സെറ്റിലാവാനുള്ള കാര്യങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്ത് ഏപ്രിലിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ ഒന്ന് സെറ്റിലായിട്ട് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. കാരണം വർഷത്തിൻ്റെ 2-ാം പകുതി അത്ര അനുകൂലമായി കാണുന്നില്ല. അപ്പോൾ ഇവരുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ 2024 മെയ് മുതൽക്ക് 25 മെയ് വരെയുള്ള സമയത്ത് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ നല്ല ബഹുമാന്യത കിട്ടുക, പേരും പ്രശസ്തിയൊക്കെ കിട്ടുക, വീടിനും കുടുംബത്തിനുമൊക്കെ ഇവരുടെ ജോലിയിൽ ഇവരൊരു സ്റ്റാറായി മാറുന്നൊരവസ്ഥ. ഇവർ ചെയ്യുന്ന വർക്ക് എവിടെയാണോ അത് ഏപ്രിൽ മാസമുള്ള കാര്യം ഇവർ ആ വർക്ക് സ്പേസിൽ ആ ഒരു തൊഴിലിടത്തിൽ ഇവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെറിയ സെലിബ്രിറ്റിയെ പോലെ ഷൈൻ ചെയ്ത് നടക്കുന്ന ഒരു കാലമാണ് ഈ മേടം രാശിക്കാർക്ക് ഏപ്രിൽ മാസം അവസാനം വരെയുള്ള സമയം. അപ്പോൾ അങ്ങനെ ഒരു പൊതുവിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യം നന്നാവുക, സാമ്പത്തിക പുരോഗതി, തൊഴിലിൽ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇവർക്ക് നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാവുക, സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയൊക്കെ നിക്ഷേപങ്ങളിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുക എന്നീ ഫലങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ 2025 മെയ് മാസം, ഏപ്രിൽ അവസാനം മെയ് ആരംഭത്തോടുകൂടി ചില രീതിയിലുള്ള തിരിച്ചടികൾ കണ്ടു തുടങ്ങും. അതിൻ്റെ കാരണം വ്യാഴം 2 എന്ന ഭാവത്തിൽ നിന്ന് 3 എന്ന ഭാവത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പൊതുവിൽ 2-ാം പകുതി, വർഷത്തിൻ്റെ 2-ാം പകുതി അവർക്ക് അത്ര അനുകൂലമായി കാണുന്നില്ല. കാരണം രാഹുകേതുക്കളുടെ മാറ്റവും കൂടി മെയ് 18-ാം തീയതി വരുന്നുണ്ട്.
രാഹു 12 എന്ന ഭാവത്തിൽ നിന്ന് 11 എന്ന ഭാവത്തിലേക്ക് പോകുന്നു. അത് നല്ലത് തന്നെയാണ്. ലാഭസ്ഥാനത്തേക്ക് രാഹു പോകുന്നു. മേടം രാശിയുടെ 11ാം രാശിയായ കുംഭത്തിലേക്ക് ഇത് രാഹു പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ കേതു 6ാം രാശിയിൽ നിന്ന് 5 മനസ്ഥാനമായ 5ലേക്ക് വരുന്ന ബന്ധങ്ങളിലും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും സ്ഥിതി അത്ര നല്ലതല്ല. അപ്പോൾ ഇവരുടെ പൊതുവിലുള്ള കരിയറിൽ ചലഞ്ചസുകൾ വരിക, അതുപോലെ തന്നെ ആരോഗ്യത്തിലും റിലേഷൻഷിപ്പുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക, ഇവരുടെ കരിയർ ഗ്രോത്ത് അഫക്റ്റ് ചെയ്യപ്പെടുക. കുറച്ച് മുമ്പ് ആദ്യത്തെ പകുതിയിൽ നിക്ഷേപങ്ങളിൽ നിന്നും സ്റ്റോക്കുകളിൽ നിന്നൊക്കെ ലാഭമാണ് ഉണ്ടായെങ്കിൽ 2ാമത്തെ പകുതിയിൽ നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ പകുതിയിൽ നിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉള്ള നിക്ഷേപ പദ്ധതികളൊക്കെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. 2ാമത്തെ പകുതി അത്ര നന്നായി കാണുന്നില്ല. അപ്പോൾ അതാണ് ഈ രാശിക്കാരുടെ 2025 പുതുവർഷ ഫലം. ആദ്യ പകുതി വളരെ നല്ലതും 2ാമത്തെ പകുതി അല്പം ചലഞ്ചസ് നിറഞ്ഞതുമായിരിക്കും. ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ 2ാം പകുതി വളരെ സൂക്ഷ്മതയോടെ നീങ്ങാം. മെയ് മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെയ് 22ാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റവും മെയ് 18ാം തീയതി രാഹുവേതുക്കളുടെ മാറ്റവും ഉണ്ടെങ്കിൽ കേതുവിൻ്റെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ മാസം മാർച്ച് 29 മാർച്ച് അവസാനത്തോടുകൂടി ആരംഭിക്കുന്ന 7 ശനിയുടെ ആരംഭവും ഒരു പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കണം. അപ്പോൾ 7 ശനിയുടെ പരിഹാരമായിട്ട് ശാസ്താ ക്ഷേത്രങ്ങൾ ശനിയാഴ്ച സന്ദർശിക്കുകയും വ്യാഴത്തിൻ്റെ പിഴവ് 3ാം രാശിയിലേക്കുള്ള മാറ്റം മെയ്യിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ ഈ വർഷം അതിജീവിക്കാൻ വേണ്ടി കഴിയും. എങ്കിൽ പോലും കടുത്ത ഒരു പരീക്ഷണം എന്ന രീതിയിൽ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇവർക്ക് കുറച്ച് മറ്റ് ഗ്രഹങ്ങളുടെ ചില സൂര്യൻ, ചൊവ്വ, ശുക്രനൊക്കെ ആസ്പദമാക്കി ചില മാസങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായേക്കും. എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ചില രീതിയിലുള്ള തിരിച്ചടികൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. വളരെ സൂക്ഷിച്ച് തന്നെ മുൻകൂട്ടി അതിന് ആദ്യമായി ചെയ്യേണ്ടത് വർഷത്തിൻ്റെ ആദ്യ പകുതി നന്നായി ഉപയോഗിച്ച് സെറ്റിൽ ചെയ്യാനുള്ളൊരു ശ്രമങ്ങൾ നടത്തുക. 2ാം പകുതി വളരെ പതിയെ സൂക്ഷിച്ച് മാത്രം മുന്നേറുക. വഴിപാടുകൾ ഈ പറഞ്ഞ ശനിക്കുള്ളത് ശനിയാഴ്ച ശാസ്താവിനും അതുപോലെ തന്നെ വ്യാഴത്തിനുള്ളത് ശ്രീകൃഷ്ണന് വ്യാഴാഴ്ചയും ചെയ്തു പോരേണ്ടതാണ്. ശാസ്താവിന് ചെയ്യേണ്ടത് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവയും, ശ്രീകൃഷ്ണന് ചെയ്യേണ്ടത് പാൽപ്പായസം, തുളസിമാല, അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അതൊക്കെ ഒരു തവണ ചെയ്താൽ മതിയാവും. അങ്ങനെ ചെയ്യുന്നതും വ്യാഴാഴ്ചകളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരിയും ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരിയും ഓം ശനീശ്വരായ നമ മന്ത്രം എന്ന ശനിയാഴ്ചകളിലൊക്കെ പതിവായി ജപിക്കുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് വേഗത്തിൽ മോചനം ലഭിക്കുന്നതിന്, നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകും. 2ാം പകുതിയിൽ ക്ഷേത്ര ദർശനങ്ങൾ വളരെ നിർബന്ധമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളും അതുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ 2ാം പകുതിക്കുള്ള അതൊരു മാനസികമായിട്ട് തയ്യാറെടുക്കുക. നമുക്ക് ആ ഒരു ഫേസിനെ നേരിടാൻ വേണ്ടി ഈ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും. ഇത് കൂടാണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നേരിടാൻ വേണ്ടി ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുക അല്ലെങ്കിൽ ശ്രവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അതിവേഗം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതിന് ഏറ്റവും സഹായമായിരിക്കും. ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ശനിയാഴ്ച ചെയ്യുന്നത്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്നും 2ാം പകുതിയിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നേരിടാനായിട്ട് ഇവർക്ക് ഉള്ള മനക്കരുത്തും ഈശ്വരാധീനമൊക്കെ നൽകട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷാശംസകൾ. നന്ദി, നമസ്കാരം.